Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിൽ കനത്ത മഴ. ജാഗ്രതാ നിർദ്ദേശം നൽകി റവന്യൂ വിഭാഗം. മലയോരം ആശങ്കയിൽ. നിലമ്പൂർ ജ്യോതിപ്പടിയിലും വെളിയംതോടും KNG റോഡിലേക്ക് വെള്ളം കയറി. നിലമ്പൂരിൽ ഉൾപ്പെടെ മലയോര മേഖലയിൽ ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്തത്. ഇടവിട്ടുള്ള കനത്ത മഴയിൽ മേഖലയിലെ പുഴകളോട് ചേർന്ന് താമസിക്കുന്നവർ ആശങ്കയിലായി. അതിനിടെ വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയെന്ന വാർത്ത പരന്നതോടെ ആശങ്ക കൂടുകയായിരുന്നു. ചൂരൽമലയിൽ മഴ കനക്കുകയും ഉരുൾപൊട്ടലുണ്ടാകുകയും ചെയ്താൽ അതിന്റെ ദുരന്തഫലങ്ങൾ പോത്തുകൽ നിലമ്പൂർ മേഖലകളിൽ കൂടി ബാധിക്കുമെന്നതാണ് നിലമ്പൂർ മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കാൻ കാരണം. എന്നാൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലെന്ന് പിന്നീട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് വന്നതോടെ ആശങ്കയ്ക്ക് അല്പം അയവ് വന്നു. നിലമ്പൂർ മേഖലയിൽ രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ് പെയ്തത്. പോത്തുകൽ ചാലിയാറിൽ ആദ്യം 3 മീറ്ററായും പിന്നീട് അത് 4 മീറ്ററായും ഉയർന്നതോടെ പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്കും പൊതുവായി ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. എന്നാൽ പിന്നീട് വെള്ളത്തിന്റെ നിരപ്പ് അല്പം കുറഞ്ഞു. അതേസമയം ഉച്ചകഴിഞ്ഞും മഴ തുടരുകയാണ്. രാവിലെ നിലമ്പൂർ മാനവേദൻ സ്കൂൾ പരിസരത്ത് 76.6 മില്ലിമീറ്റർ മഴ പെയ്തതായി ഹൈഡ്രോളജി വിഭാഗത്തിന്റെ മഴമാപ്പിനിയിൽ രേഖപ്പെടുത്തി. എടക്കരയിൽ ഇത് 19.8 മില്ലിമീറ്ററാണ്. നിലമ്പൂർ വെളിയന്തോടുള്ള കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മഴമാപ്പിനിയിൽ ചൊവ്വാഴ്ച രാവിലെ 7:30 മുതൽ ബുധനാഴ്ച രാവിലെ 7:30 വരെ രേഖപ്പെടുത്തിയത് 57.2 മില്ലിമീറ്റർ മഴയാണ്. ഉച്ചയ്ക്ക് ശേഷം കൂടി നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ നിലമ്പൂർ ജ്യോതിപ്പടിയിലും നിലമ്പൂർ ചന്തക്കുന്ന് വെളിയന്തോടിലും KNG റോഡിലും വെള്ളം കയറിയതിനാൽ ഗതാഗത തടസ്സം നേരിട്ടു. ജ്യോതിപ്പടിയിൽ പോലീസ് എത്തി ഗതാഗതം ബൈപ്പാസ് വഴി തിരിച്ചുവിടുകയായിരുന്നു. തുടർച്ചയായി മഴ പെയ്യുന്നതോടെ നിലമ്പൂർ മേഖലയിലെ പുഴകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നാടുകാണി ചുരം ഉൾപ്പെടെയുള്ള മലകളിലും മഴ ശക്തമായി പെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇത് തുടർന്നാൽ നിലവിലെ ജലനിരപ്പ് വീണ്ടും കൂടാനുള്ള സാധ്യതയാണുള്ളത്. മാത്രമല്ല ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ചാലിയാറിൽ താരതമ്യേന കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ജില്ലയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തമിഴ്നാട് വനമേഖലകളിൽ നിന്നുത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന പുന്നപ്പുഴയിലും കാരക്കോടൻപുഴ, കലക്കൻപുഴ, കാരാടൻപുഴ, കുറുവൻപുഴ, കാഞ്ഞിരപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ തുടങ്ങിയവയ്ക്ക് പുറമെ കോട്ടപ്പുഴ, കുതിരപ്പുഴ തുടങ്ങിയവയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവരാണ് ഏറെ ആശങ്കയിലുള്ളത്. അത്യാവശ്യം വന്നാൽ മാറി താമസിക്കാനുള്ള സൌകര്യങ്ങളും ക്യാമ്പുകളും തയ്യാറാണെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു. എല്ലാ വില്ലേജുകളിലും ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യാമ്പുകളിലേക്ക് മാറാൻ താൽപര്യമില്ലാത്തവരോട് ബന്ധുവീടുകളിലേക്ക് മാറാനാണ് നിർദ്ദേശം. കൂടാതെ ചെന്നൈയിൽ നിന്നുള്ള 92 പേരടങ്ങുന്ന NDRF സേനയും നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.